മഞ്ജു വാര്യരോട് പ്രത്യേകത എന്ന് മലയാളിക്കുണ്ട്. നിരവധി സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മഞ്ജുവിനെ നടി എന്നതിലുപരി സ്വന്തം വീട്ടിൽ ആളെ പോലെ കാണുന്ന വീട്ടമ്മമാർ ഏറെയാണ്. ഇത്രയും ജനപ്രീതി ലഭിച്ച മറ്റൊരു നടി മഞ്ജുവിന് മുമ്പോ ശേഷമോ മലയാള സിനിമയിൽ വന്നിട്ടില്ല. സിനിമകളുടെ വിജയപരാജയത്തിനപ്പുറമാണ് മഞ്ജുവിനോടുള്ള താരമൂല്യം എന്നാണ് മറ്റു നടിമാരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മഴി ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യർ എത്തി. നടിയെ കാണാൻ മഴ പോലും വകവയ്ക്കാതെ നിരവധി പേരാണ് എത്തിയത്. നിരവധി സ്ത്രീകളും ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. വയോധികരായ സ്ത്രീകൾ വരെ പ്രിയ നടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് സമയം കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. ആരാധകർ മഞ്ജുവിന് ചുറ്റും കൂടി ബൗൺസേഴ്സിന് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചില സ്ത്രീകൾ മഞ്ജുവിനെ കവിളിലും മുടിയിലും തലോടി. മഞ്ജു നിരസമൊന്നുമില്ലാതെ ഇവരോട് ഇടപഴകി. മഞ്ജുവിന് പൊതുവിടങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത മുൻനിര താരങ്ങളായ നടന്മാർക്ക് പോലും അത്ഭുതമാണ്. കരിയറിലെ ഓരോ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ജനപിന്തുണയെ മഞ്ജു ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രമാത്രം ഇഷ്ടമെന്ന് അധികം ചിന്തിച്ചിട്ടില്ലെങ്കിലും തനിക്ക് അതൊക്കെ പേടിയാണെന്നുമാണ് മഞ്ജു പറഞ്ഞത്. സിനിമാ രംഗത്തെ ഒട്ടുമിക്ക നടിമാർക്കും ജനപ്രീതിയുടെ അടിസ്ഥാനം സിനിമകളിലൂടെ വിജയപരാജയമാണ്. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ സൂപ്പർ താരമായ നയൻതാരയുടെ ജനപ്രീതി അടുത്തിടെ കുറഞ്ഞതിന് പ്രധാന കാരണം തുടരെ വന്ന പരാജയങ്ങളായിരുന്നു. എന്നാൽ ഫ്ലോപ്പുകൾ ഒരുപാടുണ്ടായിട്ടും ഇതൊന്നും മഞ്ജു വാര്യരുടെ ഏറ്റവും വലിയ ബലമായ ജനപിന്തുണയും എമ്പുരാൻ സിനിമ ഒഴിച്ച് നിർത്തിയാൽ അടുത്ത കാലത്തൊന്നും നടിക്ക് മലയാള ഹിറ്റുകളില്ല. തമിഴ് സിനിമകളിൽ ലഭിച്ച സമ്മിശ്രമായ പ്രതികരണം. ലളിതം സുന്ദരം, വെള്ളരിപ്പെട്ടറം, പ്രതി പൂവങ്കോഴി, ജാക്ക് ഏഞ്ചൽ, മോഹൻലാൽ തുടങ്ങിയ നിരവധി പരാജയ സിനിമകൾ മഞ്ജുവിൻ്റെ കരിയറിലുണ്ട്. സിനിമാ ലോകത്ത് ഇവ ചർച്ചയായതുമാണ്. എന്നാൽ മഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധകർ ഇപ്പോഴും കൂടെ നിന്നു. ഈ പരാജയങ്ങൾ വന്ന സമയത്ത് മഞ്ജുവിനെ തുണച്ച മറ്റൊരു കാര്യം ഈ കാലഘട്ടത്തിൽ നടിക്ക് വന്ന മേക്ക് ഓവറാണ്. താരത്തിൻ്റെ ലുക്കിൽ വന്ന മാറ്റം വലിയ ചർച്ചയായി. മഞ്ജു നായികയായി എത്തുന്ന എതിർമുഖം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ പ്രസ് മീറ്റിംഗിൽ മഞ്ജു എത്തിയപ്പോഴുള്ള സ്റ്റൈലിഷ് ലുക്ക് ഈ സിനിമയേക്കാൾ ചർച്ചയായിരുന്നു. സിനിമകളേക്കാൾ മഞ്ജുവിൻ്റെ താരപ്രഭയാണ് രണ്ടാം വരവിൽ കൂടുതൽ ചർച്ചയായത്. സിനിമയേക്കാൾ ഓഫ് സ്ക്രീനിൽ മഞ്ജുവിനുള്ള പ്രതീക്ഷയും താരമൂല്യത്തിൽ വലിയൊരു ഘടകമാണ്. മഞ്ജു വാര്യരുടെ ജീവിതത്തിലുണ്ടായ വീഴ്ച ആരാധകർ കണ്ടതാണ്. വിവാഹബന്ധം അവസാനിപ്പിച്ച ശേഷം 15 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് സിനിമാ രംഗത്ത് വലിയ തിരിച്ചുവരവ് നടത്താൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു. ഇതെല്ലാം ജനപ്രീതി കൂട്ടി. മലയാളത്തിലും തമിഴിലും നടി ഇന്ന് സജീവൻ തന്നെയാണ്. എമ്പുരാനാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വൻ വിജയം നേടി. മഞ്ജുവിൻ്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. എന്നാൽ ഇപ്പോഴിതാ നടി മഞ്ജു വാര്യർ രണ്ടാമത് വിവാഹത്തിനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. വലിയ രീതിയിലാണ് മഞ്ജു വാര്യരുടെ വിവാഹ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. എന്നാൽ ഇത് മഞ്ജുവിൻ്റെ അറിവോടെയല്ല എന്നുള്ളതാണ് പുറത്തുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.